Hi dears, welcome to Rasfi's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ബസ്ബൂസയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും കൂടി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ റവ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതിലിങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ വരും. അത് നല്ല പോലെ അങ്ങ് ഉടഞ്ഞിട്ട് നമ്മുടെ ആ ബ്രെഡ് ക്രംസ് പോലെ ആക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല പോലെ അങ്ങ് മിക്സ് ആയിട്ട് വരിക. ഇതേപോലെയാണ് അപ്പം മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല പോലെ അങ്ങ് തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന രീതികൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് തയ്യാറാക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഞാൻ പശുവിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് കൂടത്തിൽ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു റവക്കൊന്ന് കുതിർന്ന് വരുന്ന വരെ. അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേയുടെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നമുക്ക് ബട്ടറും യൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് കുറേശ്ശായിട്ട് ഇതേപോലെ നമ്മളൊന്ന് റവ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റവയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും അങ്ങ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മാർക്ക് ചെയ്യണ പോലെ നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ബേക്കായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല സുഖമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. ഓവനിലല്ലാതെ നമുക്ക് കുക്കറിൽ വെച്ചിട്ടൊക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ബ്രൗൺ കളറാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രൗൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഓവനിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് മുകളിൽ ഓരോ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാം കുറച്ച് ടൈം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഇതേപോലെ അതിന് മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്.
ഒരു 45 മിനിറ്റ് പിടിക്കും ഇതൊന്ന് ബേക്കായിട്ട് വരാൻ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് തയ്യാറായി വരുമ്പോഴേക്ക് നമുക്കതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയുടെ കഷ്ണം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു ചെറുനാരങ്ങയുടെ ഫ്ലേവറും കൂടി ആ ഒരു സിറപ്പിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ഷുഗർ അത് നല്ലപോലെ അങ്ങ് മെൽറ്റായി വരുന്നവരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കയ്യിൽ ഓവനൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ കുക്കർ യൂസ് ചെയ്തിട്ടൊക്കെ ഇത് സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ഒരേപോലെ ആയിരിക്കും, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ആ ഒരു ബ്രൗൺ കളർ മാത്രമേ ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം ആ ഒരു ഷുഗർ നന്നായിട്ട് അതിലങ്ങ് മെൽറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ആ ഒരു ചെറുനാരങ്ങയുടെ ആ ഒരു പീസ് അങ്ങ് എടുത്ത് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. അതങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ കേക്കും തന്നെ ബേക്കായിട്ട് വരും. ഒരു 45 മിനിറ്റ് കൊണ്ട് കേക്ക് അങ്ങ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത സെയിം പൊസിഷനിൽ തന്നെ ഒന്നും കൂടി അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളൊക്കെ നല്ല പോലെ അങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കത്തിയിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ അങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കും വേണം. നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കും വേണം. ഇപ്പം എല്ലാതും അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഇതേപോലെ അങ്ങ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഒഴിച്ചിട്ട് കുറച്ചങ്ങ് ബാക്കി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം എടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ അതിൽ കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഒഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അതാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിന്നൊരു പീസ് അങ്ങ് എടുത്ത് നോക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അറേബ്യൻ ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.